ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ആ കുട്ടി കുളിക്കുമ്പോൾ അയൽവക്കക്കാരെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നതിൽ. അത് ആദ്യം തന്നെ തെറ്റിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇപ്പോൾ ആ കുട്ടി പറയുന്നത് അവൻ പോയി പീഡിപ്പിച്ചു, അവൻ്റെ കൂട്ടുകാർ പോയി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞപ്പോൾ അവർ കേസെടുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ ഉടനെ അത് അവനവൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞൂടെ? എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പീഡിപ്പിക്കാൻ ഞമ്മ നിന്ന് കൊടുക്കാണ്ട് പീഡിപ്പിക്കുമോ? ശരി, പീഡിപ്പിച്ചു ഒരുത്തം വന്ന് കയ്യിൽ കിട്ടിയതെടുത്ത് തലയിലടിക്കണ്ടേ? എന്താ ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യണേ? എല്ലാം ആയിക്കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുറേയൊക്കെ നമ്മുടെ കയ്യിലല്ലേ തെറ്റ്? നമ്മളും പെണ്ണുങ്ങളല്ലേ. ഞാൻ ആ മനുഷ്യനെ ഇട്ടിട്ട് വരുന്ന സമയത്ത് എൻ്റെ 2 പിള്ളേർ കൈക്കുട്ടികളാണ്. ഞാനും എൻ്റെ അമ്മയും ആ 2 പെൺകുട്ടികളും കൂടിയിട്ട് ഒറ്റയ്ക്കൊരു വീട്ടിൽ ജീവിക്കുക ചെയ്തത്. റോഡ് സൈഡാണ് വീട്. നമ്മൾ കരുതിക്കൂട്ടി ജീവിക്കണ്ടേ? ഇന്നത്തെ സമൂഹത്തിന് പേടിക്കണ്ട. എന്നാലും ഇതെല്ലാം ആയിക്കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അപ്പോഴേക്കൊക്കെ എല്ലാം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ഇത്തിരി ജാഗ്രത പാലിച്ചിട്ട് ജീവിച്ചൂടെ ഈ പെൺകുട്ടികൾക്കൊക്കെ? അത് വല്ലാത്തൊരു കഷ്ടമുള്ള ഈശ്വര, ഇനിയും ഇങ്ങനെയായി എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കുക നമ്മളൊക്കെ? അപ്പം ഞാൻ ആ കുട്ടീൻ്റെ പേര് ഒരു പ്രത്യേകം ഇതിൽ ചിത്രീകരിക്കുന്നതല്ല, പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ടാണ്. എന്തെങ്കിലും ഞാൻ തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ ആ കുട്ടീൻ്റെ വീഡിയോ ഞാനിതിലിട്ടിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റാണെങ്കിൽ സോറി കേട്ടോ.